എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആയിഷ ഒരു ഇൻ്റർവ്യൂ ഒരു ചാനലിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇൻ്റർവ്യൂവിൽ തനിക്കെതിരെ വരുന്ന വ്യാജമായിട്ടുള്ള കുറേയധികം ആരോപണങ്ങൾ, അതിനെക്കുറിച്ചുള്ള മറുപടിയും, പിന്നെ തനിക്ക് മെയിനായിട്ട് ഈ ഒരു ഭർത്താവിനെക്കുറിച്ച് പറയാനുള്ള കാര്യവും തനിക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതൊക്കെയാണ് ലേറ്റസ്റ്റായിട്ട് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ട് ആയിഷ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തനിക്കെതിരെ ഈ ഒരു കാര്യത്തിന് വേണ്ടി സമരത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതിന് ശേഷം കുറേയധികം വ്യാജമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നെ ഉണ്ടെങ്കിൽ തളർത്താനും അതുപോലെ തന്നെ എനിക്കെതിരെ കുറേയധികം പേരെ തിരിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് അവർ മുസ്ലിം മതത്തിലുള്ള കുറേയധികം പേരെ എനിക്കെതിരെ തിരിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെയായിരുന്നു ആയിഷ ഈ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഒരു പക്ഷേ ഇനിയിപ്പോൾ ആയിഷ ആരാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് അതിൻ്റെ ഒരു ടോപ്പിക്ക് സംസാരിക്കുന്നതായിരിക്കും. അതിനുശേഷം ആയിഷ ഇൻ്റർവ്യൂവിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നും സംസാരിക്കുന്നതാണ്. ആദ്യമേ ഈ ഒരു ആയിഷ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഇവരെ വാർത്തയൊക്കെ ഭയങ്കരമായിട്ട് ചർച്ചയാവുന്നത് ഏകദേശം ഒരു 10 ദിവസമായിട്ടുണ്ടായിരിക്കും. ഈ ഒരു ആയിഷയുടെ ഭർത്താവായിട്ടുള്ള അലിയുടെ അച്ഛൻ്റെ അമ്മയുടെയും അവർ താമസിക്കുന്ന വീടിൻ്റെ മുമ്പിൽ ഏകദേശം 10 ദിവസത്തോളമായിട്ട് സമരം നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ആദ്യ സമയങ്ങളിലൊക്കെ ഇവർ വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഹസ്ബൻഡിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. അതിനുശേഷമാണ് വലിയ വലിയ മീഡിയാസ് അടക്കം വന്ന് ഈ ഒരു കാര്യം കവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനും ഭർത്താവായിട്ടുണ്ടെങ്കിൽ ഒഫീഷ്യലി ഡിവോഴ്സോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല, ഞങ്ങളുണ്ടെങ്കിൽ ലീഗലി ഇപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്നതിൻ്റെ സമയത്താണ് എൻ്റെ ഭർത്താവായിട്ടുള്ള അലി ഉണ്ടെങ്കിൽ മറ്റൊരു വിവാഹം കഴിച്ചു എന്നുള്ളത് എനിക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിന് നിന്നിട്ടുള്ളത് ഈ ഒരു അലിയുടെ കുടുംബമാണ് എന്നുള്ളതും കൂടി ഈ ഒരു ആയിഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് മെയിനായിട്ട് ഈ ഒരു ലീഗലി ഇത് നടക്കുന്ന സമയത്ത് ഈ കല്യാണം കഴിച്ചാൽ ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. എന്നെയും കുട്ടിയെയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള 100 പവനും അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാരൊക്കെ തന്നിട്ടുള്ള 15 ലക്ഷം രൂപയുണ്ട്. അതിനോട് അടുപ്പിച്ചുള്ള എമൗണ്ട് എനിക്ക്, ആ ഒരു സ്വർണ്ണമോ അല്ലെങ്കിൽ അത്രയും എമൗണ്ടോ എനിക്ക് വേണമെന്നുള്ളൊരു കാര്യത്തിനാണ് ഞാനിവിടെ നിൽക്കുന്നത്. അത് ലീഗലി ഡിവോഴ്സ് പോലും ആവാതെ ഇതേ കണക്ക് കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഞാനുണ്ടെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കണം എന്ന് ആവശ്യമായിട്ട് എനിക്കങ്ങനെ താല്പര്യമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും എനിക്ക് കിട്ടേണ്ട കാര്യങ്ങൾ എനിക്ക് കിട്ടണം. എന്നിട്ട് അവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ആയിഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആയിഷ ആ ഒരു ഇൻ്റർവ്യൂവിൽ ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് അവർ ആദ്യമേ വന്ന മീഡിയാസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അച്ഛനും അമ്മയടുത്തൊക്കെ, അലിയുടെ അച്ഛൻ്റെ അമ്മയടുത്തൊക്കെ അനുവാദം കൂടിയാണ് ഈ ഒരു അലി കല്യാണം കഴിച്ചത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുണ്ടെങ്കിൽ ഈ ഒരു കുട്ടി ഇത്രയും വർഷമായിട്ട് നോക്കുകയാണെന്ന്, ഏകദേശം ഇവരിപ്പോൾ 4 വർഷത്തോളം എന്തോ പിരിഞ്ഞാണ് താമസിക്കുന്നത്. ഇത്രയും വർഷമായിട്ട് കുട്ടിയുടെ കാര്യങ്ങളെല്ലാം ഈ ഒരു ആയിഷയാണ് നോക്കുന്നത് എന്നുള്ളതും, എല്ലാ ചിലവും കാര്യങ്ങളും ആയിഷയാണ് എടുത്തതെന്നാണ് ആയിഷ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ കയ്യിൽ നിന്നെല്ലാം എടുത്തുകൊണ്ട് പോയ ഒരു പൈസയൊക്കെ വേണം. ആ ഒരു സ്വർണ്ണമൊക്കെ വിറ്റുള്ള പൈസ വെച്ചിട്ടാണ് പോസ്റ്റ് ഗ്രാജുവേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു അലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമായിട്ടുണ്ട്, അതുകൊണ്ട് തിരിച്ചു തരണമെന്നുള്ള ആവശ്യമൊക്കെയാണ് ഈ ഒരു ആയിഷയ്ക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആയിഷ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇതേ കണക്ക് ഞാൻ ഈ ഒരു വിഷയം അറിഞ്ഞു, രണ്ടാമത് കല്യാണം കഴിച്ചു എന്ന് അറിഞ്ഞതിന് ശേഷം ഇവിടുത്തുള്ള പള്ളിയിൽ എല്ലാവരെയും പോയി കാണുകയൊക്കെ ചെയ്തിട്ട് പോലും തൻ്റെ കൂടെ ആരും നിൽക്കുന്നില്ല. പോലീസിനെ പോയി കണ്ടു, അവരൊന്നും തൻ്റെ കൂടെ നിൽക്കുന്നില്ല. അങ്ങനെ ഒരവസ്ഥ വന്നപ്പോഴാണ് ഈ ഒരു സമരം ചെയ്തത്. ഇത് ആൾക്കാരിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. ഇത് കണക്ക് ഈ ഒരു വീഡിയോ ചെയ്തപ്പോഴാണ് കുറേയധികം പേര് എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നെ കണക്ക് ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട്. അത് കണ്ട സമയത്ത് ഞാൻ ഇതിനു വേണ്ടി പോരാടണം, എനിക്ക് നീതി കിട്ടണം, എനിക്കും എൻ്റെ കുട്ടിക്കും വേണ്ടിയാണ് ഞാൻ ഈ ഒരു പോരാട്ടം നടത്തുന്നത്. ആ ഒരു അലിക്ക് വേറെ കല്യാണം കഴിച്ച് പോകുന്നതിന് എനിക്ക് കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നിയമപരമായിട്ട് പിരിഞ്ഞതിന് ശേഷം എനിക്കും കുട്ടിക്കും വേണ്ടതൊക്കെ തരാനുണ്ട്. അതൊക്കെ തന്നതിന് ശേഷം മാത്രമേ മറ്റൊരു ബന്ധത്തിലേക്ക് പോകേണ്ടതായിട്ടുള്ളൂ. അതിന് പകരം ഇതുപോലെ ചെയ്ത് ശരിയായിട്ടില്ല. അതിന് അലിയുടെ അച്ഛനും അമ്മയും കൂട്ടു നിൽക്കുന്നുണ്ട്. എനിക്ക് കിട്ടാനുള്ള നീതിക്ക് വേണ്ടിയാണ് ഞാനിവിടെ പോരാടുന്നത് എന്നുള്ള രീതിയിലായിരുന്നു ആയിഷ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു, മീഡിയാസിനൊക്കെ കൊടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം ആയിഷയ്ക്ക് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കുറേ യൂട്യൂബേഴ്സ് കുറേ വീഡിയോസൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അലിയെടുത്ത് സംസാരിച്ചു. ആ സമയത്ത് അലി പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ആയിഷയുടെ സ്വർണ്ണമൊന്നും ഞാൻ ഒന്നിനും ഉപയോഗിച്ചോ, അല്ലെങ്കിൽ ഞാൻ ആ ഒരു സ്വർണ്ണം വെച്ചൊന്നുമല്ല പഠിച്ചിട്ടുണ്ടായിരുന്നത്, ഞാനുണ്ടെങ്കിൽ ലോൺ എടുത്തൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിപ്പോഴും ഞാൻ അടച്ചുകൊണ്ടിരിക്കുകയാണ്, പിന്നെ എന്തിനാണ് ഞാൻ പൈസ തിരിച്ചു കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ ഈ ഒരു അലി പറഞ്ഞു എന്നുള്ളതൊക്കെയാണ് ആ ഒരു യൂട്യൂബേഴ്സ് സംസാരിച്ചപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അലി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനുണ്ടെങ്കിൽ കുറേ വർഷങ്ങളോളം ആയിഷ തിരിച്ചു വരും, എൻ്റെ കൂടെ ഒരുമിച്ച് ജീവിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അതില്ലാതായപ്പോഴാണ് ഇതുപോലെ ഒരു തീരുമാനമെടുത്തത്. അതേ കണക്കുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത്, ഇപ്പം കല്യാണം കഴിച്ചിട്ടുള്ള എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഇതെല്ലാം പറഞ്ഞ് അവർക്കത് താല്പര്യം
എല്ലാം ഉണ്ടായതിന് ശേഷം മാത്രമാണ് കല്യാണം കഴിച്ചത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ആൾക്കാർ ഇങ്ങനെ ഒരു അലിയുടെ മറുപടിയാണ് എന്നുള്ള യൂട്യൂബേഴ്സാണ് പറഞ്ഞത്. യൂട്യൂബേഴ്സ് വിളിച്ച് സംസാരിച്ചപ്പോൾ അലി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. ഈ ഒരു മറുപടി കേട്ടതോ ആൾക്കാർ പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതുപോലെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നത് എന്നുള്ളതും, ഇതുപോലെ കല്യാണം ഒഫീഷ്യലി ഡിവോഴ്സ് ആവാതെ നിങ്ങൾ എങ്ങനെയാണ് വേറൊരു കല്യാണം കഴിക്കുന്നത്, അതിന് ആ ഒരു രണ്ടാമത് കല്യാണം കഴിച്ച പെൺകുട്ടി എങ്ങനെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള കുറേയധികം ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു ആയിഷയ്ക്കെതിരെ കുറേയധികം ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ആയിഷ ഉണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെയാണ് എന്നുള്ള രീതിയിലൊക്കെ കുറേയധികം പേര് വരുത്തി തീർക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ആയിഷയ്ക്കെതിരെ കുറേയധികം പേര് നെഗറ്റീവായിട്ട് കമൻസൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആയിഷ ഈ ഒരു ഡിവോഴ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ലീഗലി ഞാനിപ്പം തന്നെ ഇപ്പോഴും വൈഫാണ് എന്ന് പറഞ്ഞിട്ട് മീഡിയാസിൻ്റെ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ചിന്തിക്കാതെയാണ് ഈ ഒരു പള്ളിക്കാരൊക്കെ ഇതേ കണക്ക് രണ്ടാം വിവാഹം അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവരെ പോയി കണ്ട സമയത്ത് പോലും അവരെന്നെ അതിന് സംസാരിക്കുകയോ അതിനെന്താണ് കറക്റ്റായിട്ടുള്ള നിയമ നടപടി അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഇങ്ങനത്തുള്ള ഇടപാട് മാറണം എന്നുള്ളതും ആയിഷ മീഡിയാസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ പുറത്ത് വന്നതിന് ശേഷമാണ് ആയിഷ ഉണ്ടെങ്കിൽ മുസ്ലിംസിനെതിരെയാണ്, മുസ്ലിംസിൻ്റെ നിയമങ്ങളും അവർക്കെതിരെയൊക്കെയാണ് സംസാരിക്കുന്നത്, ഇങ്ങനെ സംസാരിക്കുന്നവരെയൊന്നും ആരും സപ്പോർട്ട് ചെയ്യരുത് എന്നുള്ള രീതിയിൽ കുറേയധികം മീഡിയാസിൽ വന്ന ആ ഒരു ക്ലിപ്പ് വെച്ചിട്ട് ആൾക്കാർ പ്രൊമോട്ട് ചെയ്ത് ആയിഷയ്ക്കെതിരെ നെഗറ്റീവ് വരുത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇതിനൊക്കെ മറുപടിയായിട്ടാണ് ആയിഷ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഞാനുണ്ടെങ്കിൽ ഈ ഒരു കാര്യം എനിക്ക് നടന്നിട്ടുള്ള അനീതിയെപ്പറ്റി പറഞ്ഞുകൊണ്ട് മീഡിയാസിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സംസാരിച്ച സമയത്ത് ആ ക്ലിപ്സൊക്കെ വെളിയിൽ വന്ന സമയത്ത് കുറേയധികം പേര് ഞാനുണ്ടെങ്കിൽ മുസ്ലിംസിനെതിരെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം ആരോപണങ്ങൾ എനിക്കെതിരെ നടത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ഒരു മുസ്ലിംസിനെതിരെ ഒന്നും തന്നെയല്ല, ഞാൻ എനിക്ക് നീതി കിട്ടണമെന്നുള്ള ഒരൊറ്റ കാര്യമാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇതേ കണക്ക് എനിക്ക് നടന്നിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഞാനുണ്ടെങ്കിൽ അവരെ പോയി കാണുകയും ഈ ഒരു എൻ്റെ സമുദായത്തിൽപ്പെട്ടവരെയൊക്കെ കണ്ടു, ഇതിനെക്കുറിച്ച് സംസാരിച്ചു. പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് കുറേയധികം പേരെ ഭാഗത്തുനിന്ന് സപ്പോർട്ടോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ഒഫീഷ്യലി ഡിവോഴ്സൊന്നും ആയിട്ടില്ല. എന്നിട്ട് പോലും ആ ഒരു കല്യാണം എങ്ങനെ നടത്തിയെന്നൊക്കെ ചോദിക്കുമ്പോൾ പോലും അവർക്ക് അതിനൊരു മറുപടി എനിക്ക് കൃത്യമായിട്ട് തന്നില്ല. അപ്പം എൻ്റെ ആ ഒരു വിഷമത്തിലാണ് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുണ്ടെങ്കിൽ കുറേയധികം പേര് ഞാൻ മുസ്ലിം അല്ല, മുസ്ലിംസിനെതിരെയാണ്, കുറേയധികം പേര് മുസ്ലിംസിനെ ടാർഗറ്റ് ചെയ്യാൻ നിൽക്കുന്നവരുണ്ട്, അവരെ കൂടെ ഈ ഒരു ആയിഷയും ചേർന്നു എന്നുള്ള രീതിയിലൊക്കെ വ്യാജമായിട്ടുള്ള കുറേയധികം പ്രചരണം നടത്തുന്നുണ്ട്. അതിലൊന്നും ഒരു സത്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനുണ്ടെങ്കിൽ എപ്പോഴും എൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. ഒഫീഷ്യലി ഒന്നും ഡിവോഴ്സ് ആവാതെ എങ്ങനെയാണ് മറ്റൊരു വിവാഹം കഴിക്കുന്നത്? അതിനുണ്ടെങ്കിൽ അവർ പള്ളിക്കാരൊക്കെ സമ്മതിക്കുമെന്ന് പറയുമ്പോഴത്തേന് അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. അപ്പോൾ എനിക്ക് കിട്ടേണ്ട നീതിക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത്. ആ ഒരു നീതിക്ക് വേണ്ടി സംസാരിച്ച സമയത്ത് അത് വളച്ചൊടിച്ച് മറ്റ് രീതികളിലും ഞാൻ ഒരു വിശ്വാസിയല്ലെന്നും ഞാൻ വിശ്വാസത്തിനെതിരൊക്കെയാണെന്നൊക്കെ ഉള്ള രീതിയിൽ ആക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഞാൻ ഉറപ്പായിട്ട് എല്ലാ വിശ്വാസങ്ങളും ഉള്ള ഒരാളാണ്. എനിക്കുണ്ടെങ്കിൽ ഇതേ കണക്ക് ഞാൻ ഒരു മതത്തിനെതിരെ അങ്ങനെയൊന്നുമില്ല. എനിക്ക് പറ്റിയിട്ടുള്ള അനീതിക്ക് എതിരെ ഞാൻ പോരാടി. ഇതുപോലെ കുറേയധികം സ്ത്രീകളുണ്ട്. അപ്പം ഞാൻ പോരാടുന്നത് കൊണ്ട് അവർക്കും പോരാടാനുള്ളൊരു മനസ്സും ആ ധൈര്യമൊക്കെ വരുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ഒഫീഷ്യലി ഡിവോഴ്സ് ആവുക എന്നുള്ളതാണ്. ഇപ്പം അലിക്കും മറ്റൊരു സ്ത്രീയോട് കല്യാണം കഴിച്ച് അവരോട് ജീവിക്കണമെങ്കിൽ ജീവിച്ചു, എനിക്ക് കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ആ ഒരു സ്വർണ്ണവും പൈസ എനിക്ക് തിരിച്ചു തരണം എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതെൻ്റെ വീട്ടുകാർ തന്നതാണ്. അവർ ഒരുപാട് കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാണ്, അത് എനിക്ക് വേണ്ടി തന്നതാണ്. അപ്പോൾ അത് ഈ ഒരു അലിയുടെ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഒരു പൈസ എനിക്ക് തിരിച്ചു കിട്ടണം, അത് എനിക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. ഞാൻ അത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അത് കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ലീഗലായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതൊക്കെ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ആ ഒരു അലിയുടെ ജീവിതം നശിപ്പിക്കണമെന്നോ ഒന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടോ ഒന്നും തന്നെ അല്ല. എനിക്കുണ്ടെങ്കിൽ അതേ കണക്ക് കറക്റ്റായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് വേർപിരിഞ്ഞതിന് ശേഷം അലിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഞാൻ അതിലൊന്നും വേർപിരിയാനോ അല്ലെങ്കിൽ വേർപിരിയത്തില്ല എന്നുള്ള രീതിയിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അലിയുടെ വിഷയത്തിൽ ഈ ഒരു ആയിഷ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, ഈ ഒരു ആങ്കർ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ ഒരു അലിയുടെ വീട്ടുകാരൊക്കെ ഇതിനെ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ, അതൊക്കെ കാരണം കൊണ്ടാണോ ഡിവോഴ്സ് ആയെന്ന് ചോദിക്കുമ്പോൾ പോലും ആയിഷ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് വീട്ടുകാരും ഉറപ്പായിട്ടും ഭാഗമായിട്ടുണ്ട്, അലിയുടെ ഭാഗത്തും പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അലി മാത്രമാണ് തെറ്റെന്ന് പറയുന്നില്ല. ചിലപ്പോൾ എൻ്റെ ഭാഗത്തും ഉണ്ടാവാം. പക്ഷേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുണ്ടെങ്കിൽ ഈ ഒരു മൊത്തത്തിൽ ഈ ഒരു അലിയുടെ ഭാഗത്ത് വെച്ച് കൊടുക്കുകയൊന്നും തന്നെ ചെയ്യുന്നില്ല. ഞാനുണ്ടെങ്കിൽ എനിക്ക് വേർപിരിയുന്നോ അല്ലെങ്കിൽ അലിക്ക് മറ്റൊരു ജീവിതത്തിലേക്ക് പോകുന്നതിന് ഒരു കുഴപ്പമോ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. പോവാം, പക്ഷെ അത്
നിയമപരമായിട്ട് പിരിയുക, മോളുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്, കസ്റ്റഡി കാര്യങ്ങൾ അല്ലെങ്കിൽ മോളുടെ ചിലവ് കാര്യങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ കാര്യങ്ങൾ തീർപ്പാക്കിയ ശേഷം മാന്യമായിട്ട് പിരിയുന്നതാണ്. ഇപ്പോഴും കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഗൾഫിലാണ് ഇപ്പോഴുള്ളത്. അവിടെ നിന്നുണ്ടെങ്കിൽ ഈ ഒരു കേസിന് വേണ്ടി എപ്പോഴും വന്നും പോയി നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കതിലൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലൊരു കാര്യം നടന്നെന്ന് അറിയുമ്പം എനിക്ക് വിഷമം ഉണ്ടാവത്തില്ലേ? പിന്നെ ഈ ഒരു മെയിനായിട്ട് ഞാൻ എൻ്റെ വിഷമം പറയുന്ന സമയത്ത് ഇത് വളച്ചൊടിച്ച് മതത്തിൻ്റെ പേരിലേക്കൊക്കെ ഞാൻ മതത്തിനെതിരാണ് എന്നുള്ള രീതി വരുത്തി തീർക്കാൻ കുറേയധികം പേര് ശ്രമിക്കുന്നുണ്ട്. അവർക്കുണ്ടെങ്കിൽ ഇതേ കണക്ക് പറയാനുള്ളത്, ഞാൻ അങ്ങനെയൊന്നും മതത്തിനെതിരെ സംസാരിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി ആയിഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ആങ്കർ ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഈ ഒരു മുസ്ലിംസിനെതിരെ സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് അതിനെ കുറച്ചും കൂടി മെയിനായിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതിനെ ടാർഗറ്റ് ചെയ്താണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മെയിനായിട്ട് ഈ ഒരു ആയിഷയുടെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടിനെക്കുറിച്ചോ അല്ലെങ്കിൽ അത് സംസാരിക്കാൻ കുറച്ച് കുറവായിരുന്നു. അത് കുറേയധികം പേര് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇതിൻ്റെ മാത്രം ഫോക്കസ് ചെയ്ത് അതിനെക്കുറിച്ച് കൂടി സംസാരിക്കും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതായിരുന്നു ആയിഷ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഈ ഒരു ആയിഷ ലേറ്റസ്റ്റായിട്ട് കൊടുത്ത ഇൻ്റർവ്യൂവിൽ നിന്ന് പറയാനുള്ളത്, അവരുണ്ടെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ ഇതിന് മുമ്പ് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിലൊന്നും അതേ കണക്ക് മുസ്ലിംസിനെതിരെ ഒന്നും സംസാരിച്ചു അങ്ങനെ മതത്തിനെതിരെ ഒന്നും സംസാരിച്ചിട്ടില്ല. അവർക്ക് കിട്ടിയിട്ടില്ലാത്ത അവർക്ക് നടന്ന നീതികേടിനെ കുറിച്ചാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ട് ഇതേ കണക്ക് അവർ ഒഫീഷ്യലി ഡിവോഴ്സ് ആയിട്ടില്ല, വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്, കുട്ടി ഒരു ആയിഷയുടെ കൂടെയാണ്, ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആയിഷ ഉണ്ടെങ്കിൽ ഡോക്ടറാണ് എങ്കിൽ പോലും ഇവരെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു സ്വർണവും കാര്യങ്ങളും തിരിച്ചു കിട്ടണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് തിരിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ. അതിന് പകരം ഉണ്ടെങ്കിൽ വേറെ വിവാഹം കഴിച്ചിട്ട് പോലും ഇതേ കണക്കുള്ള ലീഗലി ഇപ്പോഴും കോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസിൻ്റെയൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോൾ പോലും മറ്റൊരു വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ളൊരു കാര്യമില്ല. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് ഇതേ കണക്ക് പള്ളിയിലൊക്കെ പോയി ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും അവർ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ആയിഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്നും ശരിയല്ല എന്നുള്ള രീതിയിൽ. അത് വേറൊരു രീതിയിൽ വളച്ചൊടിക്കുകയും ആയിഷയ്ക്കെതിരെ നെഗറ്റീവ് വരുത്താൻ ശ്രമിച്ചതൊക്കെ കുറേയധികം പേര് ശ്രമിച്ചിട്ടുണ്ട്. അതൊന്നും ശരിയല്ല. ആയിഷയുടെ ഭാഗത്ത് ശരിയുണ്ട്. അപ്പോൾ അവരെ കൂടെ തന്നെ നിൽക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു അഭിപ്രായത്തിനോട് യോജിക്കാത്തവർ കാണാം. നിങ്ങൾക്ക് അങ്ങനെ യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് യോജിക്കുന്നില്ല എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ ആയിഷ പറഞ്ഞവരോട് യോജിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക.